ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണല്ലേ. അപ്പോൾ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും നൽകാൻ മറക്കരുത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹിരോഷിമ ദിനം എന്നാണ്? ഹിരോഷിമ ദിനം എന്നാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ചോദ്യം നോക്കുക. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? യെസ്, ഉത്തരം വരുന്നത് ജപ്പാൻ. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ജപ്പാനിലാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ലോകത്തിലാദ്യമായി അണുബോംബ് ആക്രമണത്തിന് ഇരയായ നഗരമേത്? ലോകത്തിലാദ്യമായി അണുബോംബ് ആക്രമണത്തിന് ഇരയായ നഗരം ഏതാണ്? ഉത്തരം ഇതാണ്, ഹിരോഷിമ. ജപ്പാനിലെ ഹിരോഷിമയാണ് ലോകത്തിലാദ്യമായി അണുബോംബ് ആക്രമണത്തിന് ഇരയായ നഗരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷമേത്? ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷമേതാണ്? ഉത്തരം നോക്കിക്കോളൂ. 1945 ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ വീണ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? ഹിരോഷിമയിൽ വീണ അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഇതാണ്, ലിറ്റിൽ ബോയ്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. അപ്പോൾ ഈ അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ്? ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് അമേരിക്കയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിൽ വർഷിച്ചു. ഏത് രാജ്യം? അമേരിക്കയാണ് ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച രാജ്യം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത്? ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത്? ഉത്തരം ഇതാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഹിരോഷിമയും നാഗസാക്കിയും അമേരിക്ക ആക്രമിക്കുന്നത്. ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ഒന്നും കൂടെ നോക്കൂ. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. യെസ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനത്തിൻ്റെ പേരെന്താണ്? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഇതാണ്, എനോള ഗേ. എനോള ഗേ എന്ന അമേരിക്കൻ വിമാനമാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. 1945 ഓഗസ്റ്റ് 6 എനോള ഗേ എന്ന വിമാനത്തിലാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോള ഗേ ബോംബർ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോള ഗേ എന്ന ബോംബർ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഇതാണ്, ക്യാപ്റ്റൻ വില്യം എസ് പാർസൺ. ക്യാപ്റ്റൻ വില്യം എസ് പാർസൺ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോള ഗേ എന്ന ബോംബർ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ വില്യം എസ് പാർസൺ ആയിരുന്നു. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹിരോഷിമയിൽ അണുബോംബിട്ട കൃത്യമായ സമയം എത്രയായിരുന്നു? അപ്പോൾ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച കൃത്യമായ സമയം എത്രയായിരുന്നു? ഉത്തരം രാവിലെ 8:15. രാവിലെ 8:15 ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. കൃത്യമായ സമയമാണ്, ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ അടങ്ങിയിരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതായിരുന്നു?
ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ അടങ്ങിയിരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ഒരു അണുബോംബിൻ്റെ പേര്. അപ്പോൾ ഈ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ അടങ്ങിയിരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതായിരുന്നു? ഉത്തരം ഇതാണ്, യുറേനിയം 235. യുറേനിയം 235 എന്ന റേഡിയോ ആക്റ്റീവ് മൂലകമായിരുന്നു ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ അടങ്ങിയിരുന്നത്. അടുത്ത ചോദ്യം, അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇതാണ്, ജെ. റോബർട്ട് ഓപ്പൺഹൈമർ. ജെ. റോബർട്ട് ഓപ്പൺഹൈമർ ആണ് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം, അണുബോംബ് നിർമ്മാണത്തിനായി അമേരിക്ക നടത്തിയ രഹസ്യ പദ്ധതിയുടെ പേരെന്താണ്? അണുബോംബ് നിർമ്മാണത്തിനായി അമേരിക്ക നടത്തിയ രഹസ്യ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം നോക്കൂ, മൻഹാട്ടൻ പ്രോജക്റ്റ്. മൻഹാട്ടൻ പ്രോജക്റ്റ് എന്ന രഹസ്യ പദ്ധതിയിലൂടെയാണ് അമേരിക്ക ഈ അണുബോംബ് നിർമ്മിക്കുന്നത്. ഹിരോഷിമയിൽ വർഷിക്കാനായി അമേരിക്ക തയ്യാറാക്കിയ അണുബോംബിൻ്റെ രഹസ്യ പദ്ധതി മൻഹാട്ടൻ പ്രോജക്റ്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബിടാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഹിരോഷിമയിൽ അണുബോംബിടാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം നോക്കിക്കോളൂ, ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ അണുബോംബിടാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. അതിനുത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അണുബോംബ് ആക്രമണ സമയത്ത് ജപ്പാൻ ഭരിച്ചിരുന്ന ചക്രവർത്തി ആര്? അണുബോംബ് ആക്രമണ സമയത്ത് ജപ്പാൻ ഭരിച്ചിരുന്ന ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ഹിരോഹിതോ ചക്രവർത്തി. ആരാണ്? ഹിരോഹിതോ ചക്രവർത്തിയാണ് അണുബോംബ് ആക്രമണ സമയത്ത് ജപ്പാൻ ഭരിച്ചിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം, അണുവികിരണ ബാധ മൂലം രക്താർബുദം അതായത് ലുക്കീമിയ പിടിപെട്ട് മരിച്ച കൊക്കുകളെ ഉണ്ടാക്കി പ്രശസ്തയായ ജപ്പാനീസ് പെൺകുട്ടി ആരാണ്? അണുവികിരണ ബാധ മൂലം രക്താർബുദം പിടിപെട്ട് മരിച്ച കൊക്കുകളെ ഉണ്ടാക്കി പ്രശസ്തയായ ജപ്പാനീസ് പെൺകുട്ടി ആരാണ്? ഉത്തരം സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അടുത്ത ചോദ്യം, സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? ഉത്തരം വരുന്നത് 644. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം 644 വെളുത്ത പേപ്പർ കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പൂർണ്ണമായി കീഴടങ്ങാൻ കാരണമായ രണ്ടാമത്തെ അണുബോംബ് ആക്രമണം എവിടെയായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പൂർണ്ണമായി കീഴടങ്ങാൻ കാരണമായ രണ്ടാമത്തെ അണുബോംബ് ആക്രമണം എവിടെയായിരുന്നു? ഉത്തരം വരുന്നത് നാഗസാക്കി. നാഗസാക്കിയിലായിരുന്നു രണ്ടാമത്തെ അണുബോംബ് ആക്രമണം നടന്നത്. ഓഗസ്റ്റ് 9, 1945 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് ആക്രമണം നടത്തിയത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹിരോഷിമയിലെ ആണവ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള യുനെസ്കോ പൈതൃക സ്മാരകം ഏത്? ഹിരോഷിമയിലെ ആണവ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള യുനെസ്കോ പൈതൃക സ്മാരകം ഏതാണ്? ഉത്തരം വരുന്നത് ആറ്റോമിക് ബോംബ് ഡോം. ആറ്റോമിക് ബോംബ് ഡോം എന്നാണ് ഹിരോഷിമയിലെ ആണവ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള യുനെസ്കോ പൈതൃക സ്മാരകം അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ ഹിരോഷിമ ദിനവുമായി കുറച്ച് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം.
ആർക്കൊക്കെ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഹിരോഷിമയിൽ വീണ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വീണ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഉത്തരം അറിയാവുന്നവർ എന്ത് ചെയ്യാം? പെട്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ അത് രേഖപ്പെടുത്തിക്കോളൂ. കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.